ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 4:3. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ജീവപുസ്തകം എന്നത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൈവശമുള്ള പുസ്തകങ്ങളിൽ ഒന്നായാണ് ബൈബിൾ അറിവ് തരുന്നത്. ഭൂമിയിൽ നാം ഉപയോഗിക്കുന്ന പുസ്തകം പോലെ ഉപയോഗിക്കുന്നതിനാലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പുസ്തകം എന്ന ശീർഷകം ഉള്ളത്. സാക്ഷാൽ ജീവനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവിക ജീവൻ പ്രാപിക്കുന്നവരുടെ പേരാണ് ഇതിലെഴുതുന്നത്. ഭൂമിയിൽ ജനിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ സ്ഥാപനത്തിൽ നമ്മുടെ പേര് എഴുതി ചേർക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ സ്വർഗീയ പൗരനായിത്തീരുമ്പോൾ ആ വ്യക്തിയുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യ സഭയിലെ ചില വ്യക്തികളുടെ നല്ല കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ തന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ ചിലരെക്കുറിച്ച് പറയുന്നു. സുവിശേഷ ഘോഷണം ഒരു പോരാട്ടമാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്ന വ്യക്തികളെ ഇരുളിൽ നിന്ന് ജീവൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പോരാട്ടം. പൈശാചിക ശക്തികൾ പരമാവധി ശക്തി ഉപയോഗിച്ച് അതിനെ തടയാൻ പോരാടുമ്പോൾ ലോകത്തിൻ്റെ സംവിധാനങ്ങളെ കൂട്ടുപിടിച്ച് എതിർക്കുകയും അപമാനങ്ങളുണ്ടാക്കി മാനസികമായി തളർത്താൻ പ്രയത്നിക്കുകയും ആത്മീയ പോരാട്ടങ്ങൾ നടത്തി പിന്നോട്ടടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ ശക്തിയാലും ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗങ്ങൾ ധരിച്ചും ക്രിസ്തുവിൻ്റെ ജീവനാൽ ബലം ധരിച്ചും അവനോട് എതിർത്ത് നിന്ന് ജീവൻ്റെ സുവിശേഷം അറിയിക്കുന്നത് മഹായുദ്ധം തന്നെയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പലരും പാതി വഴിയിൽ പിന്മാറുമ്പോൾ അവസാനത്തോളം കൂടെ നിൽക്കുന്നവരെ മറക്കാൻ കഴിയുകയില്ല. അവർ തങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടെന്ന ഉറപ്പോടുകൂടെ ആ പ്രയത്നത്തിൽ പങ്കുചേരുന്നവരാണ് എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഈ അറിവ് നമുക്കുമുണ്ടെന്ന് വരികിൽ മടുക്കാതെ സുവിശേഷത്തിൻ്റെ യുദ്ധസേവ ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.